ഉണ്ണിക്കുളം പഞ്ചായത്തിലെ ഉൾനാടൻ ഗ്രാമമാണ് കാന്തപുരം. അവിടെ ഒരു സാത്വികനായ ഖുർആൻ പണ്ഡിതനുണ്ടായിരുന്നു, മൗതാരിൽ അഹമ്മദ് ഹാജി. പൂനൂർ പുഴ നിറഞ്ഞൊഴുകുന്ന ഒരു മാർച്ച് മാസത്തിൽ കൃത്യം 1937 ഭാര്യ കുഞ്ഞിമ ഹജ്ജിമ്മയിൽ ഒരു കുഞ്ഞ് ജനിച്ചു. അതാണ് ആലുങ്ങാപ്പൊയിൽ അബൂബക്കർ മുസ്ലിയാർ. നാട്ടിലെ പ്രാഥമിക പഠനത്തിന് ശേഷം ഖുർആൻ പാരായണ ശാസ്ത്രത്തിൽ വിദഗ്ധനായ പുത്തൂർ അബ്ദുള്ള മുസ്ലിയാരിൽ നിന്നും ഖുർആൻ പഠനം. വിവിധ പള്ളി ദർസുകളിലെ ഓത്തുപഠനത്തിന് ശേഷം വെല്ലൂർ ബാക്കിയാത്തിൽ നിന്നും ബാക്കവി ബിരുദം നേടി. പിന്നീട് മങ്ങാട്, കോളിക്കൽ, കാന്തപുരം എന്നിവിടങ്ങളിൽ മതാധ്യാപനം. ചടുലമായി പ്രവർത്തിക്കുന്ന ഒരു ഉസ്താദിനെയാണ് കേരളം കണ്ടത്. മുടക്കം കൂടാതെയുള്ള അധ്യാപനത്തിനിടയിലും നാടുനീളെ ഓടി നടന്ന് തന്റെ ആശയങ്ങളും വിശ്വാസകാര്യങ്ങളും പ്രചരിപ്പിക്കാൻ പ്രത്യേകം താൽപര്യം കാട്ടി. സഹപ്രവർത്തകർക്കും അനുയായികൾക്കും ആത്മവിശ്വാസം സ്ഫുരിപ്പിക്കുന്ന ശരീരഭാഷ, വ്യക്തവും കൃത്യവുമായ വാക്കുകൾ, ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം, ഒരു കഠിനാധ്വാനിയുടെ പ്രവർത്തന പഥം, പാവങ്ങളോടും കഷ്ടപ്പെടുന്നവരോടും കാരുണ്യത്തിന്റെയും കരുതലിന്റെയും സ്നേഹസ്പർശം. അതൊക്കെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന വലിയ മനുഷ്യന്റെ ഉയർച്ചയുടെ പടവുകൾ. ഉസ്താദിന്റെ അസാമാന്യമായ നേതൃഗുണം തിരിച്ചറിഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉന്നതരായ പണ്ഡിതന്മാർ 1974 പ്രായത്തിന്റെ അതിർവരമ്പുകൾ മാറ്റിവെച്ചുകൊണ്ട് മുഷാവറയിൽ അംഗമാക്കി. തൊട്ടടുത്ത വർഷം തന്നെ ഓഫീസ് സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയുമാക്കി. സമസ്തയെ വളർത്തുന്നതിലും ആശയ പ്രചരണത്തിനും രാപ്പകലില്ലാതെ ഓടി നടന്ന നാളുകളായിരുന്നു അത്. വ്യത്യസ്തമായ ചിന്തകളും കാഴ്ചപ്പാടുകളും വെച്ചു പുലർത്തുന്നവരോട് സംവദിച്ചും വിശദീകരിച്ചും നന്മയുടെ പ്രകാശം പരത്താൻ ഉസ്താദിന് കഴിഞ്ഞു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജനകീയ അടിത്തറ ശക്തമാക്കുന്നതിൽ ആ പടയോട്ടം നിർണായകമായിരുന്നു. ചാലിയാറും ഇരുവഴിഞ്ഞിയും തഴുകിയൊഴുകുന്ന ഞങ്ങളുടെ ഗ്രാമത്തിന് ഒരു സംസ്കൃതിയുടെ പാരമ്പര്യമുണ്ട്. കേരളത്തിലെ പുകൾപെറ്റ മതപാഠശാലയായിരുന്നു കൊടിയത്തൂരിലെ പള്ളി ദർസ്. മൗലാന ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്തി, പറവണ്ണ മൊയ്തീൻ കുട്ടി മുസ്ലിയാർ, ചെറുശ്ശേരി അഹമ്മദ് കുട്ടി മുസ്ലിയാർ, കുറ്റിക്കാട്ടൂർ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ തുടങ്ങിയ ഗുരുശ്രേഷ്ഠന്മാർ ഈ നാടിന്റെ അറിവിന്റെ കേദാരങ്ങളായി പ്രശോഭിച്ചിരുന്നു. എങ്കിലും ഉൽപ്പതിഷ്ണുക്കളുടെയും പരിഷ്കൃത ചിന്താഗതിക്കാരുടെയും സ്വാധീനം ഈ ഗ്രാമങ്ങളിൽ ചെറുതല്ലാത്ത വിധം പ്രചരിച്ചിരുന്നു. ജുമുഅ കുത്തുബ പരിഭാഷപ്പെടുത്തണം എന്ന അഭിപ്രായത്തിന് ഈ ഭാഗത്തെ മഹല്ലുകളിൽ ചെറുതല്ലാത്ത പിന്തുണ കിട്ടിയിരുന്നു. പുഴയും കുന്നും ചെത്തുവഴികളും കടന്ന് ചെറുവാടി ചുള്ളിക്കാപ്പറമ്പിലെത്തിയ ചെറുപ്പക്കാരനായ ഉസ്താദിന്റെ പ്രഭാഷണം അന്ന് ജനങ്ങളെ വല്ലാതെ ചിന്തിപ്പിച്ചു. അതാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. പ്രിയപ്പെട്ട ഷെയ്ഖുന, പണ്ഡിതന്മാർക്കിടയിൽ സുൽത്താനുൽ ഉലമ. 1985 സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 60ാം വാർഷികം കോഴിക്കോട് നടന്നു. കടൽ തിരമാല പോലെ അലയടിച്ച ജനക്കൂട്ടത്തിനിടയിൽ ഒരു ബിന്ദുവായി ഞങ്ങളുടെ നാട്ടുകാരനായ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, തെനങ്ങാപ്പറമ്പിൽ കോയക്കുട്ടി. നഗരത്തിലെ തിരക്കിനിടയിലെ ഒരു ദാരുണമായ വാഹനാപകടത്തിൽ ആ മനുഷ്യൻ ഞങ്ങളോട് വിട പറഞ്ഞു. ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടിയെയും കൈക്കുഞ്ഞിനെയും അനാഥയാക്കിയായിരുന്നു കോയക്കുട്ടി സാഹിബിന്റെ യാത്ര. ആ കുടുംബത്തെ സംരക്ഷിക്കപ്പെടേണ്ടത് ഞങ്ങൾ നാട്ടുകാരുടെ കടമയായിരുന്നു. അപ്പോഴാണ് ഉസ്താദിന്റെ ക്രിയാത്മകമായ ഇടപെടൽ. ആ വലിയ മനുഷ്യന്റെ നേതൃത്വത്തിൽ ആ വിധവയ്ക്കും കുടുംബത്തിനും ഒരു സ്വപ്നഭവനം പൂവണിഞ്ഞു. ഞങ്ങൾ മറന്നുപോയ ഉപചാരം ഓർമ്മപ്പെടുത്തിയ ഉസ്താദിനെ ഈ നാട്ടുകാർ ഒരിക്കലും മറക്കുകയില്ല. അവിടുത്തെ വലിയ സംഭാവനകൾക്ക് പകരമായി നൽകാൻ ഈ നാട്ടുകാർക്ക് മനസ്സിലെ സ്നേഹപ്പൂക്കൾ മാത്രമേയുള്ളൂ. അതിന് തത്തുല്യമായ ഉപഹാരങ്ങൾ ഞങ്ങളുടെ അന്വേഷണങ്ങളിലില്ല. ആദരണീയനായ ഉസ്താദിനെ 1.5 പതിറ്റാണ്ട് പിന്നിട്ട ഈ പ്രഭാഷണ സംഗമം സ്നേഹപൂർവം ആദരിക്കുന്നു. അവിടേക്ക് ആയുരാരോഗ്യവും നന്മയും സദാ വർഷിക്കുമാറാവട്ടെ.